നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. സർവേയെക്കുറിച്ച് CPIM-ന് മുൻകൂർ അറിവുണ്ടായെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചുവെന്നും ഹൈക്കോടതി. വിഷയത്തിൽ നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് സർക്കാരിന് ഒരു തിരിച്ചടിയാകുന്നു. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നേടുന്നതിന് എന്നായിരുന്നു വിശദീകരണം. പക്ഷേ ഇതിപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു അല്ലേ വിഷ്ണു? സ്മിത, സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്നേറ്റ കനത്ത പ്രഹരമാണ് ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. അതിലൊരു തർക്കവുമില്ല. അതിന്റെ കൂടുതൽ പരാമർശങ്ങൾ അത് CPIM-നെ കൂടി പ്രതിരോധത്തിലാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉത്തരവിന്റെ 51-ാം ഖണ്ഡികയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. മന്ത്രിസഭ നവകേരള സർവേയുടെ പദ്ധതിക്ക് അനുമതി നൽകുന്നതിന് മുമ്പ്, അംഗീകാരം നൽകുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി പാർട്ടി കേഡർമാർക്ക് ഒരു കത്തയച്ചു സർവേയുമായി ബന്ധപ്പെട്ട്. അതെങ്ങനെയെന്ന ചോദ്യം ഈ ഹർജിയിൽ ഉടനീളം ഉന്നയിച്ചിരുന്നു. അത് ഈ സർവേയുടെ പോർട്ടലുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് കത്ത് എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശം. അത് ചോദ്യം ചെയ്തിരുന്നു കോടതി നേരത്തെ. അതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ തന്നെ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി. പക്ഷേ ആ സത്യവാങ്മൂലം തൃപ്തികരമല്ല. MV ഗോവിന്ദൻ അതിൽ ഒഴിഞ്ഞു മാറുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് കോടതി പറയുന്നത്. അതായത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ CPIM-നും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. KSU നേതാക്കളായ മുബാസും അലോഷ്യസ് സേവ്യറുമാണ് ഈ സർവേ അത് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് CPM പ്രചരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി നൽകിയിരിക്കുന്നത്. അതേറെക്കുറെ ശരിവെക്കുന്ന ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ബിസിനസ് റൂളിന് എതിരാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പണം അനുവദിച്ചത് എന്നുള്ളതാണ് കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. ഒപ്പം കോടതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇതിന്റെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ, ഈ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിൽ തന്നെ ചില സംശയങ്ങളുണ്ട്. ഇതിന്റെ ഒരു കാലയളവ് പ്രധാനമാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന് പിന്നാലെ ഉത്തരവിറങ്ങുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ, ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇത്രയേറെ ഡാറ്റാസ് എങ്ങനെയാണ് കണ്ടെത്താനാകുക? അതിനുവേണ്ടി 20 കോടി രൂപ ചെലവഴിക്കുക എന്നുള്ളത് അതിൽ ചില ബുദ്ധിമുട്ടുകളില്ലേ, പ്രായോഗിക ബുദ്ധിമുട്ടുകളില്ലേ എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ സർവേ റദ്ദാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ബിസിനസ് ഓഫ് റൂളിന് എതിരായാണ് പണം അനുവദിച്ചത് എന്നാണ് ഈ ഹർജിയിൽ, ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ CPIM-നെതിരെയും ചില പരാമർശങ്ങളുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.